നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ അൽഗോരിതം ആണെങ്കിലും സ്യൂഡോ കോഡ് ആണെങ്കിലും നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലോ ചാർട്ട്. അപ്പം നമുക്കൊരു യൂസറിന് ആ ഫ്ലോ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫ്ലോ ചാർട്ടിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ സിമ്പലുണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നതിനൊരു സ്റ്റാർട്ട് അല്ലെ സ്റ്റോപ്പ്, ഇത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടഡ് എലിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഫസ്റ്റ് സിമ്പൽ ഫ്ലോ ചാർട്ട് സിമ്പലിൽ. ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ടൈപ്പ് സിമ്പലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ എപ്പോഴും റൗണ്ടഡ് റെക്റ്റാങ്കിളിലാണ് കൊടുക്കുന്നത്. സാധാ റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ്. ഉദാഹരണമായിട്ട് എക്സ് ഈസിക്കൽ ടു 1, അല്ലെ എ ഈസിക്കൽ ടു ബി, അല്ലെ എ ഈസിക്കൽ ടു എക്സ് പ്ലസ് 2, ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ വന്നാൽ ഫ്ലോ ചാർട്ടിൽ നമ്മൾ റെക്റ്റാങ്കിളിലാണ് കൊടുക്കുന്നത്. ഇനി പാരലലോഗ്രാം എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ എപ്പോഴാണ് ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റീഡ് ഇൻപുട്ട്, റീഡ് എ ബി സി, നമ്മൾ 3 വാല്യൂസ് റീഡ് ചെയ്യുകയാണ്, അല്ലെ പ്രിന്റ് റിസൾട്ട് പ്രിന്റ് ചെയ്യുകയാണ്. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പാരലലോഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പം സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും നമ്മൾ റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിന് റെക്റ്റാങ്കിൾ, പാരലലോഗ്രാം എന്തിനാ, റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ. ഇനി ഡയമണ്ട് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കത്തില്ലേ, ഇഫ് കണ്ടീഷൻ, എൽസ് കണ്ടീഷൻ, അങ്ങനെയുള്ള കേസുകളിൽ. പിന്നെ നമ്മൾ കേസും നമ്മൾ പറഞ്ഞില്ലേ ഇഫ് എൽസ് കൺസ്ട്രക്ടറാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ കേസ് സ്റ്റേറ്റ്മെന്റിലും നമ്മുടെ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യാനും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഈ ഡയമണ്ട് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിൾ കണ്ടില്ലേ, റെക്റ്റാങ്കിൾ വിത്ത് വെർട്ടിക്കൽ സൈഡ് ലൈൻസ്, നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എഴുതുന്ന സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഹെക്സഗൺ എപ്പോഴാന്ന് വെച്ചാൽ ഒരു ഫോർ ലൂപ്പ്. ഉദാഹരണമായിട്ട് ഫോർ കൗണ്ട് ഈസ് ഈക്വൽ ടു എ ടു ബി ബൈ എസ് എന്ന് വെച്ചാൽ കൗണ്ടിന്റെ വാല്യൂ 1 to 100 ബൈ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് ബൈ 2 എന്നോ ബൈ 3 എന്നോ, അതാ ബൈ എസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൗണ്ട് വേരിയബിൾ ഉണ്ടല്ലോ, ആ കൗണ്ട് വേരിയബിൾ നമ്മൾ ഈ ഹെക്സഗണിന്റെ ടോപ്പിൽ കൊടുക്കും. സ്റ്റാർട്ടിംഗ് വാല്യൂ ലെഫ്റ്റിൽ കൊടുക്കും, എൻഡിങ് വാല്യൂ റൈറ്റിൽ കൊടുക്കും. ഈ കൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെ നമ്മൾ ഇതാ ഈ എസ് എന്ന് നടക്കുന്നില്ലേ, ഇതെന്താണെന്ന് വെച്ചാൽ ഇൻക്രിമെന്റ് ചെയ്യുന്ന വേരിയബിൾ എത്ര ആവശ്യം, ബൈ 2 ആണോ ബൈ 1 ആണോ. ഓക്കെ, അത് ഡിക്രിമെന്റ് മോഡ് ആണെങ്കിൽ ആ വാല്യൂ. ബേസ്ഡ് ഓൺ ദാറ്റ് വി ഡിഫൈൻ ദാറ്റ് ഫോർ ലൂപ്പ് ഇൻ ഹെക്സഗൺ. ഇനി ഫ്ലോ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്, അന്ന് വരച്ചു. ഇനി നമുക്ക് ആ പേജിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാൻ സ്ഥലമുണ്ട് റൈറ്റ് സൈഡിലോട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫ്ലോ ചാർട്ടിന്റെ പകുതി വരെ നിന്നല്ലോ, അപ്പോൾ അവിടെ ആ നിന്ന സ്ഥലത്ത് നമ്മളൊരു സർക്കിൾ വരച്ച് കണക്ട് ചെയ്ത് നിന്നിട്ട് വീണ്ടും നമ്മൾ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു സർക്കിൾ വരച്ച് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഒരു ലോങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പം ഒരു പേജ് നിൽക്കാതെ വരുമ്പം ആ പേജിൽ തന്നെ മുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കിൾ ഉപയോഗിക്കുന്നത്. അതല്ല ഈ നമ്മൾ അടുത്ത പേജിലോട്ടാണ് ഈ ഫ്ലോ ചാർട്ടിന്റെ കണ്ടിന്യൂഷൻ വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ പെന്റഗൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഉദാഹരണമായിട്ട് എനിക്കൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ഇതിന്റെ സ്യൂഡോ കോഡ് എഴുതുക, ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്യൂഡോ കോഡ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റാർട്ടും സ്റ്റോപ്പും വേണം. ഓക്കെ, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്തുവാ, പി പ്രിൻസിപ്പൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ്, PNR ആണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രിൻസിപ്പളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ് പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ഇയേഴ്സ് ഡിവൈഡ് ബൈ 100 എന്നുള്ളത്. അപ്പം നമുക്ക് ഈ റിസൾട്ട് SI എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വാല്യൂ കിട്ടി. ഇനി നമ്മൾ ആ റിസൾട്ട് പ്രിന്റ് ചെയ്തു, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇത്രയാണ് നമ്മൾ അതിന്റെ സ്യൂഡോ കോഡ് ആദ്യം എഴുതുക. ഓക്കെ, ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കണമെങ്കിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്. ഇനി റീഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാരലലോഗ്രാം ആണ് റീഡ്. അപ്പൊ റീഡ് അതുപോലെ തന്നെ എഴുതുക. ഇനി പിന്നെ നമ്മൾ എന്താ, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്, അത് നമ്മൾ എവിടെ കൊടുക്കുന്നു, റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. ഇനി റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു, അത് സ്വാഭാവികമായിട്ടും പാരലലോഗ്രത്തിലാണ്. സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴും റൗണ്ടഡ് റെക്റ്റാങ്കിളിലാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് റീഡ് ചെയ്തിട്ട് ലാർജർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ആ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, 2 വാല്യൂസ് റീഡ് ചെയ്യണം. ആ ഫസ്റ്റ് വാല്യൂ ഞാൻ എയിലോട്ടും സെക്കൻഡ് വാല്യൂ ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ടും സൂക്ഷിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എ ആയിരിക്കണം. അല്ലെങ്കിൽ ലാർജ് എന്തായിരിക്കണം, ബി ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇഫിന് കറസ്പോണ്ടിങ് നമ്മൾ എൻഡ് ഇഫ് ക്ലോസ് ചെയ്യണം. ഇത് സ്യൂഡോ കോഡ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ലാർജസ്റ്റ് എലമെന്റ് ലാർജ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ അതിനെ പ്രിന്റ് ചെയ്തു, പ്രിന്റ് ലാർജ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ സ്റ്റാർട്ടിന് റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് എൻഡ്സ്,
ഇനി നമ്മൾ റീഡ് എ ബിക്ക് നമ്മൾ എന്താ പാരലലോഗ്രാം, റീഡിനും പ്രിന്റിനും എപ്പോഴും പാരലലോഗ്രാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. നമുക്ക് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ ഈ ഡയമണ്ട് ഷേപ്ഡ് ബോക്സ്, അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ട്രൂ വരാം, ഫോൾസ് വരാം. ട്രൂ വന്നാണെങ്കിൽ ലാർജ് എ ആണ്, ഫോൾസ് വരുവാണെങ്കിൽ ലാർജ് ബി ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി മേർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ലാർജസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ആ ലാർജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം, ദെൻ സ്റ്റോപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സിന്റെ സ്യൂഡോ കോഡ് എഴുതുക, ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സിന്റെ എന്ത് എഴുതുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക. നെക്സ്റ്റ് സ്മാളസ്റ്റ് ഓഫ് 3, 3 നമ്പേഴ്സിന്റെ സ്മാളസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ സ്യൂഡോ കോഡ് സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം 3 എലമെന്റ്സ് എ ബി സി എന്ന് പറഞ്ഞാൽ 3 വേരിയബിളിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. ഇനി ആദ്യം ഞാൻ എയും ബിയും കൂടി തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എ ലെസ് ദാൻ ബി ആണെങ്കിൽ സ്മാൾ എ ആണല്ലോ, അല്ലെങ്കിൽ സ്മാൾ ബി ആണെന്ന് നമുക്കറിയാം. ഇനി ആ സ്മാൾ എലമെന്റും സിയും കൂടി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ എയും ബിയും കൂടി കമ്പയർ ചെയ്യുമ്പം എ ആണ് സ്മാൾ എങ്കിൽ സ്മാൾ എന്ന് പറയുന്ന വേരിയബിളിൽ എ വരും, അല്ലെങ്കിൽ സ്മാൾ എന്ന് പറയുന്ന വേരിയബിളിൽ എന്ത് വരും, ബി വരും. ഇനി നമ്മൾ എന്ത് കമ്പയർ ചെയ്താൽ മതി, സിയും സ്മാളും കൂടി തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. സിയും സ്മാളും കൂടി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് ലെസ് എങ്കിൽ സ്മാൾ ഏതായിരിക്കും, സി ആയിരിക്കും. ഇത്രയും മതിയല്ലോ. എന്നിട്ട് ആ റിസൾട്ട് സ്മാൾ പ്രിന്റ് ചെയ്താൽ മതിയല്ലോ. ഇനി നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോഴും ഈസിയാണ്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, റീഡ് എപ്പോഴും നമ്മൾ പാരലലോഗ്രത്തിൽ കൊടുക്കുക. ഫസ്റ്റ് നമ്മളൊരു ഇഫ് എൽസ് ആണ്. അപ്പോൾ ഫസ്റ്റിന്റെ എന്താണ്, നമ്മൾ ഡയമണ്ട് ഷേപ്ഡ് ബോക്സിൽ എ ലെസ് ദാൻ ബി ആണോ എന്ന് നോക്കി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്മാൾ എന്താണെന്ന് പറഞ്ഞു, എ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ സ്മാൾ എന്താണെന്ന് പറഞ്ഞു, ബി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ്. സിയും സ്മാളും കൂടി തമ്മിൽ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് സി ലെസ് ദാൻ സ്മാൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ സ്മാൾ എന്താണ്, സി ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്മാൾ അങ്ങ് ജസ്റ്റ് നേരിട്ട് അങ്ങ് പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുക. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ ഒരു സൂയിൽ പോവുകയാണ്. അപ്പൊ ഏജിനെ ബേസ് ചെയ്തുകൊണ്ട് ഫെയർ പറയുകയാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഫെയർ 7 ആണ്. 10നും 60നും ഇടയിലുള്ളവർക്ക് ഫെയർ 10 രൂപയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 രൂപയാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ ഒരു സ്യൂഡോ കോഡ് അല്ലെ പ്രോഗ്രാം എഴുതാൻ അല്ലെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ സ്യൂഡോ കോഡ് എഴുതുന്നതും ഫ്ലോ ചാർട്ടുമാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്തായാലും ഏജിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഫെയർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഏജ് റീഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഫ് എൽസ് ഇഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആദ്യം ഇഫ് ഏജ് ലെസ് ദാൻ 10 ആണെങ്കിൽ ഫെയർ വാല്യൂ എന്താണ്, 7 ആണ്. ഇനി 10നും 60നും ഇടയിൽ, അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ലെസ് ദാൻ 10 ഉള്ളതെല്ലാം വന്ന് ഫെയർ കയറും. ഇനി ലെസ് ദാൻ 60 വരുന്നതെല്ലാം ഫെയർ എത്ര, 10. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫെയർ എത്ര, 5. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഏജ് റീഡ് ചെയ്തു, അത് നമ്മൾ പാരലലോഗ്രത്തിൽ കൊടുത്തു. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഏജ് ലെസ് ദാൻ 10 ആണെന്ന്, അത് ഡയമണ്ട് ഷേപ്ഡ് ബോക്സിൽ കൊടുത്തു. ട്രൂ ആണെങ്കിൽ ഫെയർ 7 ആയിട്ട് നമ്മൾ പുറത്തിറങ്ങി അതിനെ അങ്ങ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അതിനകത്ത് സംശയമുണ്ടോ? പിന്നെ എൽസിലൊന്നും കയറണ്ട. ഇനി ഏജ് എന്താണ്, ലെസ് ദാൻ 10 അല്ല എങ്കിൽ ഏജ് ലെസ് ദാൻ 60 ആണോ എന്ന് നോക്കുക. 60 ആണ് എങ്കിൽ നമ്മൾ ഫെയർ എത്ര, 10. എന്നിട്ട് പുറത്തിറങ്ങി ഇതങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഫെയർ 5 ആണ്. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി പ്രിന്റ് ചെയ്തു. അപ്പം പ്രിന്റ് സ്റ്റേറ്റ്മെന്റും റീഡ് സ്റ്റേറ്റ്മെന്റും പാരലലോഗ്രത്തിലാണ്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഏതിലാണ് എഴുതിയേക്കുന്നത്, ഡയമണ്ട് ഷേപ്ഡ് ബോക്സിലാണ്. ഈ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഫെയർ ഈസ് ഈക്വൽ ടു 5 അല്ലെ ഫെയർ ഈസ് ഈക്വൽ ടു 10 ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം നമ്മൾ റെക്ടാങ്കിളിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഒരു കേസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഗ്രേഡിന്റെ വാല്യൂ റെഡ് ആണെങ്കിൽ R ആണെങ്കിൽ റെഡ്, G ആണെങ്കിൽ ഗ്രീൻ എന്ന് കാണിക്കുക, B ആണെങ്കിൽ ബ്ലൂ എന്ന് കാണിക്കുക, വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ റോങ് കോഡ് എന്ന് കാണിക്കുക. ഇതൊരു കേസ് ഉപയോഗിച്ച് ചെയ്യാനെന്ന് പറഞ്ഞ് നമ്മുടെ പറയും. അതിന്റെ സ്യൂഡോ കോഡ് എഴുതാനും ഫ്ലോ ചാർട്ട് എടുക്കാനും സാധാരണയായിട്ട് ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഈ മെസ്സേജ് പ്രിന്റിംഗ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഡ് ഗ്രേഡ് കോഡ് റീഡ് ചെയ്യണം അല്ലേ. ആ ഗ്രേഡ് കോഡ് റീഡ് ചെയ്തിട്ട് കേസ് ഓഫിനകത്ത് എക്സ്പ്രഷൻ, ആ കോഡ് വാല്യൂ റെഡ് ആണെങ്കിൽ പ്രിന്റ് റെഡ്, ഗ്രീൻ ആണെങ്കിൽ പ്രിന്റ് ഗ്രീന്, എന്നിട്ട് നമ്മൾ ഓരോന്നിനും ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തയാ. ബി ആണെങ്കിൽ പ്രിന്റ് ബ്ലൂ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത്, ഇതൊന്നും അല്ലെങ്കിൽ ഡിഫോൾട്ട് കേസ് ആണെങ്കിൽ റോങ് കോഡ്. എന്നിട്ട് കേസ് ഓഫ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എൻഡ് കേസ് ഉറപ്പായിട്ടും എഴുതണം, സ്റ്റോപ്പ് ചെയ്യണം. ഇതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ ഒന്നുമില്ല ശ്രദ്ധിക്കാൻ.
നമ്മൾ ഈ കണ്ടീഷൻ കോഡിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ആർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഈ 4 കേസസും നമ്മൾ എന്തുപയോഗിച്ച് എഴുതിയാൽ മതിയെന്നറിയോ? നമ്മൾ ഇവിടെ നമുക്ക് ഡിസിഷൻ ബോക്സ് ഏതാണ്? ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, കോഡ് റീഡ് ചെയ്തു. കേസ് ഓഫ് കോഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് നമ്മുടെ ഇവിടെ ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ കേസ് ഓഫ് കോഡ് ആണ് നമ്മുടെ എക്സ്പ്രഷൻ ഇവാലുവേഷൻ. ഇതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിൽ എഴുതേണ്ടത്. ഈ കേസ് ഓഫ് കോഡിന്റെ വാല്യൂ 6 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? റെഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ജി ആണെങ്കിൽ നമുക്ക് ഗ്രീൻ എന്ന് പ്രിന്റ് ചെയ്യണം. ബ്ലൂ ആണെങ്കിൽ നമുക്ക് ബ്ലൂ എന്ന് പ്രിന്റ് ചെയ്തിട്ട് പുറത്തിറങ്ങണം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ റോങ് കോഡ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങി. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം.